എറണാകുളം കുമ്പളങ്ങിയിൽ മധ്യവയസ്കൻ വെട്ടേറ്റു മരിച്ച നിലയിൽ മാർക്കറ്റിലെ പച്ചക്കറി കടയ്ക്കുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരിശോധന തുടരുകയാണ്. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, എന്താണ് സംഭവം? സജിത്ത്, ഇന്ന് രാവിലെയാണ് പച്ചക്കറി കട തുറക്കാൻ വന്നപ്പോഴാണ് ഈ സ്ഥാപനത്തിനുള്ളിൽ കടയ്ക്കുള്ളിലായി മാഹീൻ എന്ന തമിഴ്നാട് സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ രക്തം വാർന്ന് കുത്തേറ്റ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഒരാളെ പോലീസ് കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. നാട്ടുകാർ പറയുന്നത് ഈ മാഹീൻ ചെരുപ്പും കൊടയൊക്കെ നന്നാക്കുന്ന വ്യക്തിയാണ്. വർഷങ്ങളായി കുമ്പളങ്ങിയിൽ തന്നെയാണ്, കുമ്പളങ്ങി കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം താമസിക്കുന്നത്. ഈ ചെരുപ്പ് കുത്തി ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇന്നലെ രാത്രി വലിയ മഴയായിരുന്നു. ആ സമയത്ത് പച്ചക്കറി കടക്കാരൻ മാഹീനോട് കടയ്ക്കുള്ളിലേക്ക് കയറി ഇരുന്നോളാൻ പറഞ്ഞു. കാരണം വളരെ വലിയ മഴയായിരുന്നു പെയ്തത്. അവിടെ ഇരിക്കാൻ പറഞ്ഞു. അതിനുശേഷം കട പൂട്ടി അദ്ദേഹം വീട്ടിലേക്ക് പോവുകയും ഇന്ന് രാവിലെ വന്നപ്പോൾ ഇങ്ങനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോലീസിന്റെ പ്രാഥമിക നിഗമനം അനുസരിച്ച് സമീപത്തെ CCTV പരിശോധനയിൽ നിന്നും ഒരാളുമായി മാഹീൻ തർക്കിക്കുന്നതും പിന്നീട് മാഹീനെ അപകടപ്പെടുത്തുന്നതും കണ്ടു എന്നാണ് പോലീസ് പറയുന്നത്. അയാളും ആ കുമ്പളങ്ങി ഭാഗത്തുള്ളതാണ്. പക്ഷെ ആരെയാണ് പിടികൂടിയത്, കസ്റ്റഡിയിലെടുത്തതെന്ന് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഉടനെ തന്നെ അയാളെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം വിവരങ്ങൾ പുറത്തുവരും, പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പോലീസ് പറയുന്നത്. നാട്ടുകാരും പറയുന്നത് ഇപ്പോൾ പോലീസ് കൊണ്ടുപോയ ആളും അവിടെ ഉള്ളതാണ്. മദ്യപിച്ച് ഇരുവരും ചേർന്ന് മദ്യപിക്കുകയൊക്കെ ചെയ്യും. മുൻപുമൊക്കെ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്ന വ്യക്തികളായിരുന്നു. മദ്യപിച്ചതിന്റെ ഒടുവിലാണ് ഒരു തർക്കമുണ്ടായി കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് നാട്ടുകാരും പറയുന്നത്. എന്തായാലും കുമ്പളങ്ങി പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആരാണെന്നുള്ളതിന്റെ വിവരങ്ങൾ ഉടനെ തന്നെ പുറത്തുവിടും. ആ സമീപത്തുള്ള ഒരു മലയാളിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കളെ അറിയിച്ചതിന് ശേഷം അവർക്ക് മൃതദേഹം വിട്ടുകൊടുക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ആളെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.